അഷ്ടമി പറ്റിയാണ് പറയുന്നത്. അഷ്ടമി നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അഷ്ടമി എന്നുള്ളത്. പ്രത്യേകിച്ചും കാർത്തിക, ആഷാഢം, അതുപോലെ ശ്രാവണ മാസങ്ങളിലെ ശുക്ലപക്ഷ അഷ്ടമിക്ക്, അതുപോലെ അശ്വിൻ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമിക്കും ഭഗവതിയെ 18 കൈകളോട് കൂടിയ സങ്കല്പത്തിൽ പൂജിക്കുന്നത് വളരെ പ്രധാനമാണ് അത്ര. പിന്നെ നമ്മുടെ ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം നമുക്കറിയാം ജന്മാഷ്ടമി ആയിട്ട്, അതായത് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. അത് വളരെ പ്രധാനമാണെന്ന് അറിയാം. അന്നത്തെ വ്രതത്തിന് കോടി ഏകാദശിയുടെ ഫലം ആണെന്നാണ് പറയുന്നത്. അന്ന് എല്ലാവർക്കും അറിയാം, അർദ്ധരാത്രി നടത്തുന്ന ആ പൂജയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് എന്ന് പറയാം. അതിന് ജയന്ത അഷ്ടമി എന്നും കൂടെ പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളെ ഭവിഷ്യ പുരാണത്തില് അഷ്ടമിയെ കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് അഷ്ടമിയെ കുറിച്ചുള്ള വിവരണങ്ങൾ കിട്ടുന്നത് പത്മപുരാണത്തില് രാധാ ജന്മാഷ്ടമിയുടെ മാഹാത്മ്യത്തെ കുറിച്ചിട്ട് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രഹ്മാവ് പറയണു, രാധാഷ്ടമി ഒരിക്കലും ഭക്തിയോടെ നോറ്റു കഴിഞ്ഞാല് കോടി ജന്മങ്ങളിലെ ബ്രഹ്മഹത്യാ പാപം പോലും ഇല്ലാണ്ടാകും എന്നാണ് പറയണത്. പണ്ട് ലീലാവതി എന്ന് പറയുന്ന സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇത്രേ. അവള് ധാരാളം പാപങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അവള് ഒരിക്കല് ധനം സമ്പാദിക്കാനായിട്ട് പട്ടണത്തിൽ നിന്ന് വേറൊരു നഗരത്തിൽ പോയിട്ട് യാത്ര ചെയ്ത്രേ. അപ്പൊ അവിടെ ചെന്നപ്പോഴൊരു ദേവാലയത്തില് ഒരുപാട് ആളുകള് കൂടിയിട്ട് രാധ അഷ്ടമി വ്രതം എടുത്ത് ഗന്ധപുഷ്പ ധൂപ ദീപങ്ങളോട് കൂടിയിട്ട്, പലതരം ഫലങ്ങളോട് കൂടിയിട്ട് രാധയുടെ ഒരു പ്രതിമയെ ഭക്തിപൂർവ്വം പൂജിക്കണതൊക്കെ കണ്ടു. അവിടെ ചിലര് പാട്ട് പാടുന്നുണ്ട്, ചിലര് നൃത്തം വെക്കുന്നുണ്ട്, മൃദംഗം വായിക്കുന്നുണ്ട്. അങ്ങനെ അവരത് വളരെ ആഘോഷമായിട്ട് ചെയ്യണ കണ്ടപ്പോ, ഇത് എന്താണ് ഇവിടെ എന്ന് ആ സ്ത്രീ ചോദിച്ചു അത്ര. അപ്പൊ അവര് ആ വൈഷ്ണവര് അവളോട് ഇത് രാധാദേവി അവതരിച്ച പ്രോഷ്ഠപദ മാസത്തിലെ ശുക്ലാഷ്ടമിയാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ പ്രാധാന്യത്തെ അവൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ദിവസം വ്രതം നോൽക്കുന്നവർക്ക് ഗോഹത്യ, ബ്രഹ്മഹത്യ, സ്ത്രീഹത്യ, അതുപോലെ പരസ്ത്രീഹരണം, ഗുരുദാരഗമനം, വിശ്വാസവഞ്ചന എന്നുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും ഒരൊറ്റ അഷ്ടമി വ്രതം കൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം, എല്ലാ പാപങ്ങളും നശിക്കുമെന്ന് അവര് ആ ലീലാവതിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് കേട്ടപ്പോ അവൾക്കും ആ വ്രതം അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അവരോട് കൂടിയിട്ട് ആ വ്രതത്തെ വിധിപൂർവം അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വ്രതം അനുഷ്ഠിച്ച് നിർമ്മലയായിട്ട് തീർന്ന ആ സ്ത്രീ വിധിവശാല് പാമ്പ് കടിച്ചു മരിക്കുകയും അവളെ യമദൂതന്മാർ വന്ന് കെട്ടിവെരിഞ്ഞ് ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷെ ആ വ്രതം അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ട് അവളെ വിഷ്ണു പാർഷദന്മാര്, ശംഖചക്ര ഗദാധാരികളായിട്ടുള്ള വിഷ്ണു പാർഷദന്മാര് വന്നിട്ട് അവളെ വിമാനത്തിൽ കയറ്റി വിഷ്ണുപുരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ പറയുന്നത്. അങ്ങനെ ആ വ്രതത്തിന്റെ മാഹാത്മ്യം കൊണ്ട് അവള് ഗോലോകത്ത് രാധാകൃഷ്ണന്മാരോട് ഒരുമിച്ച് താമസിച്ചു എന്ന് കഥ പറഞ്ഞു നിർത്താണ്. അപ്പൊ ഈ കഥ ഭക്തിയോടെ കേൾക്കുന്നവർക്ക് പോലും പാപമെല്ലാം ഒഴിഞ്ഞ് വിഷ്ണു സദനം പ്രാപിക്കും എന്നാണ് ബ്രഹ്മാവ് നാരദന് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതാണ് രാധാഷ്ടമിയുടെ പ്രാധാന്യം പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള അഷ്ടമി ഭീഷ്മ അഷ്ടമി എന്ന പേരില്, ഭീഷ്മാഷ്ടമി ബംഗാളിൽ വളരെ പ്രാധാന്യമാണ് അത്ര. അതായത് ഭീഷ്മര് സ്വർഗം പ്രാപിച്ച ദിവസമാണ് അത്ര അത്. ഉത്തരായണ കാലത്താണ് അദ്ദേഹം സ്വർഗാരോഹണം ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം. അത് മകരമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി, ഭീഷ്മ അഷ്ടമി എന്ന പേരിൽ അതുകൊണ്ട് ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം പിതൃതർപ്പണത്തിന് വളരെ പ്രാധാന്യമായിട്ട് ചെയ്യാറുണ്ട് ആളുകള്. മാത്രല്ല സന്തതികളില്ലാത്തവര് സത്സന്താനങ്ങളെ ലഭിക്കാനായിട്ട് വധൂവരന്മാരും അതുപോലെ ഒരുപാട് കാലം കുട്ടികളില്ലാതിരിക്കുന്ന ആളുകളും ഒക്കെ ഈ വ്രതത്തെ നോറ്റ് സത്സന്താനത്തിന് ലഭിക്കാനായിട്ട് ഈ വ്രതം നോക്കാറുണ്ട് എന്നാണ് ഭീഷ്മാഷ്ടമിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് വൈക്കത്ത് അഷ്ടമിയാണ്. വ്യാഘ്രപാദ മഹർഷിക്ക് ശിവപാർവതിമാര് ദർശനം കൊടുത്ത ദിവസമാണ് വൈക്കത്ത് അഷ്ടമി എന്നുള്ള രീതിയിൽ
അഷ്ടമിയെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത്രയാണ് അഷ്ടമിയെ കുറിച്ചിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ. ഈ വാക്കുകൾ അമ്മയുടെ തൃപ്പാദങ്ങളെ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പരാ. ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം അമൃതേശ്വരി നമഃ. ഓം അമൃതേശ്വരി നമഃ. നേരത്തെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മഹാസാഗരത്തുനിന്ന് 3 തുള്ളി വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കുന്ന പോലെ ഉള്ളൂ ഈ സത്സംഗത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സനാതനധർമ്മം ഒരു മഹാസാഗരമാണെങ്കിൽ ഇപ്പൊ പറയുന്ന വാക്കുകളൊക്കെ 3 തുള്ളിക്ക് സമമായിട്ട് കാണാനേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം ഈ ഗുരുവിന്റെ മഹത്വം ആചാര്യസ്വാമികളും പറയുന്നുണ്ട്. എന്താണ്? ദുർലഭം ത്രയം ഏതത്. ഈ 3 വളരെ ദുർലഭമാണ്. ഏതൊക്കെയാന്ന് വെച്ചാൽ മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സമാശ്രയം. അപ്പം മനുഷ്യത്വം ഉള്ളവരാണ് നമ്മളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുമിച്ച് ചേരാൻ, മനനം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. മനുഷ്യത്വം, മുമുക്ഷുത്വം, മോക്ഷം വേണം. ഈ ജനനി മരണം ഇനി വേണ്ട. ഈ മൃത്യുവിനെ അതിജീവിക്കാൻ, സന്തോഷത്തോടു കൂടി ആ പരമാത്മാവിൽ ലയിക്കാൻ, ആ ദേവിയിലോ കൃഷ്ണനോ ഏതോ ഇഷ്ടദേവതയിൽ ലയിക്കാൻ, അല്ലെങ്കിൽ ആ ആത്മാവിൽ ലയിക്കാൻ സാധിക്കാൻ വേണ്ട മുമുക്ഷുത്വം. പിന്നെ മഹാപുരുഷ സമാശ്രയം. അപ്പം മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഗുരുവിന്റെ ആവശ്യകതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഗുരുവിനെ തേടിക്കൊള്ളണം. ഗുരു ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവര് ഗുരുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നൊരു അപേക്ഷയോട് കൂടിയാണ് തുടക്കം. പിന്നെ അവതാരം ആണ് ഗുരു എന്ന് പറയുന്നത്. അവതാരം തന്നെയാണ്, പൂർണ്ണ ബ്രഹ്മസ്വരൂപിണി. അപ്പം എപ്പോഴൊക്കെയാണോ ധർമ്മം ക്ഷയിക്കാൻ, ഗ്ലാനി സംഭവിക്കുന്നത്, ക്ഷയിക്കാൻ തുടങ്ങുന്നത്, മങ്ങലേൽക്കുന്നു, അധർമ്മം ഉദയം കൂടുതൽ ശക്തമാകുന്നു, അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്. ഇപ്പം ഭഗവാനെ തന്നെ സൃഷ്ടിക്കുന്നു പറഞ്ഞു ഇല്ലേ? അഭ്യുത്ഥാനം അധർമ്മസ്യ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം. അപ്പൊ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു ഭഗവാൻ പറയുന്നു. എന്നെ തന്നെ സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് കേട്ട് കാണും, ഈശാവാസ്യം ഇതം സർവൈ. കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപം തന്നെയാണ്. ഈ ലോകത്ത് നമ്മുടെ കണ്ണിന്റെ മുമ്പിലും നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾ വഴി അനുഭവിക്കുന്നതും മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന എല്ലാം ഈശ്വരനല്ലാത്ത യാതൊന്നും ഇല്ല എന്നാണ്. എന്നാൽ ഈശ്വരനെ തന്നെ സൃഷ്ടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പൂർണ്ണ ബോധത്തോടു കൂടി. ഞാൻ അനുഭവിക്കാൻ വന്ന ആളല്ല, അഭിനയിക്കാൻ വന്നാണ്, ഞാൻ പരമാത്മാവാണെന്നുള്ള പൂർണ്ണബോധം. നമ്മളിപ്പോ പഠിച്ചു വരികയാണ്, നമ്മൾ ഈശ്വരന്റെ അംശമാണെന്ന്, ഈശ്വരന്റെ മക്കളാണ്, ഈശ്വര അംശമാണെന്നൊക്കെ നമ്മൾ പഠിച്ച് ഉറപ്പിക്കുകയാണ്, മനനം ചെയ്ത് ഉറപ്പിക്കുകയാണ്. എന്നാൽ അമ്മയെ പോലെയുള്ള മഹാഗുരുക്കന്മാർക്ക് അവര് അവതാരം കൈക്കൊണ്ടവരാണ്. അവർക്ക് പൂർണ്ണ ബോധമുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും തന്നിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും നമ്മളിലെല്ലാം കുടികൊള്ളുന്നത് ആ മഹാശക്തിയാണെന്നും, നമ്മൾ അമ്മയുടെ മടിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭിന്നമല്ല. നമ്മുടെ മടിത്തട്ടിൽ നമ്മുടെ കൈ വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പം അമ്മ നമ്മളെ മടിയിലിട്ട് കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് ഭിന്നമല്ല നമ്മള്. ആ ഒരു ഗുരുസ്വരൂപിണിയും അവതാര സ്വരൂപിണിയായ അമ്മയെ അറിയാത്തവർ അമ്മയെ പോയി കാണണം എന്നൊരു അപേക്ഷയും കൂടെയാണ്. അതൊക്കെ പറയാനാണ് ഈ ഒരു സാഹസത്തിന് മുതിർന്നത് തന്നെ. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയേണ്ടത് കർമ്മ സിദ്ധാന്തം, പുനർജന്മ സിദ്ധാന്തം, മോക്ഷ സിദ്ധാന്തം. സനാതന ധർമ്മത്തിൽ ഇത് പ്രധാനമാണ്. കർമ്മ സിദ്ധാന്തം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഓരോ കർമ്മത്തിനും 2 ഫലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് അമ്മൂമ്മമാര് അല്ലെങ്കിൽ നമ്മള് ചുറ്റുമുള്ളവര് ചോദിക്കുന്നത് കേൾക്കാം, കണ്ടോ, അവരെത്ര നല്ലത് ചെയ്താലും അവർക്ക് ഫലം കിട്ടുന്നില്ല. വേറെ ഓരോരുത്തർ എന്തൊക്കെ ദോഷങ്ങളാ ചെയ്യുന്നത്, എന്നിട്ട് അവർക്ക് അതിനുള്ള ശിക്ഷയും ഇല്ല. ഇത് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കർമ്മ വിഭാഗമാകുമ്പോൾ മാത്രമേ ഫലം കിട്ടുള്ളൂ. ഭഗവാൻ പറഞ്ഞത് കർമ്മണ്യേവ ഹി അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നമ്മൾക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ
അധികാരമുള്ളൂ. അർജുനോട് പറയാ, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. അതിന്റെ ഫലം ഇന്നതാണ്, ഇന്നപ്പോൾ കിട്ടണമെന്നൊന്നും പ്രതീക്ഷിക്കാൻ നമുക്ക് ആർക്കും ഒരവകാശവും ഇല്ല. അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക. അപ്പം കർമ്മബന്ധനത്തിൽ കുടുങ്ങാതിരിക്കാൻ കർമ്മം ഈശ്വര പൂജയായിട്ട് അവിടുന്ന് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഭാവനയിൽ ചെയ്യാം. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഈ കർമ്മം ചെയ്യുന്നത്, അവിടുത്തെ കൃപ കൊണ്ടാണ്. അവിടുത്തെ പൂജയായിട്ട് സമർപ്പിക്കുക ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ കർമ്മത്തിന് പൂർണ്ണ ഫലം കിട്ടാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ എടുക്കും, ഇതിന് ഫലം കിട്ടുമോ, ഇത് പൂർണ്ണമാകുമോ, അതിന്റെ മുമ്പേ എനിക്കിത് ചെയ്യാൻ പറ്റാതാവോ, അങ്ങനെ നാനാവിധത്തിലുള്ള സംശയങ്ങൾ നമുക്ക് വന്നിട്ട് കർമ്മം അതിന്റെ പരിപൂർണതയിൽ ചെയ്യാൻ പറ്റാതെ ആകും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ കർമ്മഫലത്തിന് മോഹിക്കേണ്ട, കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ മാത്രം, ഈശ്വര പൂജയായിട്ട് ചെയ്താൽ മാത്രം മതി. ഈശ്വരൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കർമ്മത്തിനും അതിനൊരു പരിപൂർണമായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ അതിനുള്ള ശക്തി അവിടുന്ന് തരണേന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇനി ഒരു ജന്മത്തിലേക്ക് പോകില്ല. ഒരു ജന്മം കൂടെ ഇനി എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഈ അജ്ഞാനികളാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും, ഇനി ഒരു ജന്മം ഉണ്ടായ എന്താ കുഴപ്പം? അപ്പൊ ഇപ്പൊ ഉള്ള അവരെ ജന്മം അവർക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്, നല്ല ഉയർച്ചയിലുള്ള ഒരു ജീവിതമാണ്. അപ്പൊ അത് കാരണം അവർക്ക് ഇനി ജന്മം ഉണ്ടായാലും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, അപ്പൊ അടുത്ത ജന്മം എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് തന്നെ നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഉയർന്ന ഒരു ജന്മം കിട്ടും അല്ലെ. അല്ലെങ്കിൽ ഈശ്വര ചിന്ത ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെ ജയിക്കാം. അപ്പൊ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് പറയാം, ഈ കർമ്മ സിദ്ധാന്തത്തില് 2 കർമ്മഫലം ഉണ്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് നല്ലൊരു തൃപ്തി അപ്പോൾ തന്നെ വരുന്നു അല്ലേ. എല്ലാവർക്കും അനുഭവം ഉള്ളതാണല്ലോ. പരസ്പരം കാണുന്നില്ല, നമ്മള് അന്യോന്യം ഞാൻ അങ്ങോട്ട് കാണുന്നില്ല, നിങ്ങൾക്ക് കാണാന്ന് മാത്രം. അപ്പം ഓരോരോ കർമ്മത്തിനും നല്ല കാര്യം ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംതൃപ്തി അനുഭവിക്കേണ്ട, അത് ദൃഷ്ടഫലം, അപ്പോൾ അനുഭവിക്കുന്ന ഫലം. പിന്നെ അദൃഷ്ടഫലം എന്നൊന്നുണ്ട്, അതായത് ഇപ്പോൾ നമുക്ക് അതിന്റെ ആ നല്ല കർമ്മം ചെയ്തതിന്റെ നല്ല ഫലം എപ്പോഴാ വന്നു ചേരാന്നറിയില്ല. അത് അവിടുത്തെ ഇച്ഛ അനുസരിച്ച് വന്നു ചേരും. അപ്പം ഇത് ഇനി ഒരു ജന്മം ഇല്ലാത്തവർക്കാണെങ്കിൽ എപ്പോഴും വേഗം വേഗം കർമ്മത്തിന്റെ ഫലം കിട്ടാനാണ് വഴി. പിന്നെ ഇനി വേറൊരു ജന്മമില്ല അനുഭവിക്കാൻ. പിന്നെ ദോഷമായ എന്ത് കാര്യം ചെയ്താലും അതിനൊരു അസംതൃപ്തി ഉണ്ട്, ഒരു എന്താണ് സമ്മർദ്ദം നമ്മളിൽ ഉണ്ടാവും, ഇത് ചെയ്ത് ശരിയായില്ല എന്നൊരു കുറ്റബോധം, ഇതൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതുപോലെ അതനുസരിച്ച് ചെയ്ത കർമ്മത്തിന്റെ അനുസരിച്ച് ഒരു പാപഫലം പിന്നീട് വന്നെത്തും. അപ്പൊ അത് കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല കർമ്മം മാത്രമേ ചെയ്യാവൂ. ഒരു ചിന്ത പോലും കർമ്മമാണെന്ന് പറയും. അപ്പൊ നമ്മുടെ ചിന്തയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ചിന്ത നമ്മൾ ശ്രദ്ധിക്കണം, ശുദ്ധീകരിക്കണം. നമ്മൾ വ്രതമൊക്കെ വെക്കുമ്പം നമ്മുടെ ബുദ്ധി സൂക്ഷ്മാവും, നമ്മുടെ ചിന്തകൾ എന്താണ് വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു സാക്ഷിഭാവം വ്രത അനുഷ്ഠാനത്തിലൂടെ കിട്ടും. ഇപ്പൊ രാവിലെ തുടങ്ങി 9 മണി വരെയൊക്കെ ഒരു മൗനവ്രതം അനുഷ്ഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അത്യാവശ്യം മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ എഴുതി കാണിക്കുക, അല്ലെങ്കിൽ ആക്ഷനിൽ പറയുക, അങ്ങനെ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റം ഉണ്ടാവും. അത് പരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആഹാരക്രമം നിയന്ത്രിച്ചിട്ട് വ്രതം എടുക്കുന്നു അല്ലെ, എന്നാൽ നമ്മൾ ഈ സംഭാഷണം കുറച്ചിട്ട് മൗനവ്രതം എടുത്താൽ അതിശക്തമാണ്. അതിന്റെ ദിവസവും നമുക്ക് അനുഷ്ഠിക്കാം, കുറച്ചു നേരെങ്കിലും ഒരു 9 മണി വരെ, എത്ര മണി വരെയാന്ന് നമ്മൾ കണ്ടെത്തുക, അനുഷ്ഠിക്കുക. ഇതൊക്കെ നമ്മുടെ വ്രതത്തിൽ പെട്ടാണ്. ശക്തമായ ഒരു വ്രതമാണ് മൗനവ്രതം, ദിവസം അനുഷ്ഠിക്കാനും പറ്റും. അപ്പൊ അത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കർമ്മത്തിനും 2 ഫലം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ചിന്ത മുതൽ വാക്ക് മുതൽ പ്രവൃത്തി വരെയുള്ള കാര്യങ്ങൾ എല്ലാം അതിന്റെ പരിപൂർണതയിൽ നല്ല ഫലം കിട്ടാൻ പാകത്തിന് നമ്മൾ അനുഷ്ഠിക്കണം എന്നാണ് ചിന്തിക്കേണ്ട വിഷയം. ആചരിക്കേണ്ടതും അത് തന്നെയാണ്. ഞാനും അതന്നെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇനി പുനർജന്മം, അത് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ആരും ഉണ്ടാക്കി പറയുന്നതല്ല. പുനർജന്മം ഭഗവാൻ ഭഗവത്ഗീതയില് എന്താ പറയുന്നത്? ബഹൂനി മേ ജന്മാനി വ്യതിതാനി തവച അർജുന
ഞാനും എനിക്കും നിനക്കുമായിട്ട് അനേക ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അർജുന പറയാണ്. താന്യഹം വേദ സർവാണി, അതെല്ലാം എനിക്കറിയാം അർജുന. നത്വം വേദ, ഹേ അർജുന നിനക്കതൊന്നും അറിയില്ല. എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് നിനക്കറിയില്ല, എനിക്കറിയാമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അനുഭവത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാം അന്തേ, എത്രയോ ജന്മത്തിന് ശേഷമാണ് ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ഈ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ എന്നെ ശരണം പ്രാപിക്കുന്നത് എത്രയോ ജന്മത്തിന്റെ പുണ്യം ഹേതുവായിട്ടാണ്. എളുപ്പമല്ല ഈശ്വരഭക്തി കിട്ടാൻ. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ സംഘടിച്ചിരിക്കുന്നത് അവിടുത്തെ അപാര കാരുണ്യം കൊണ്ടാണ്, പൂർവജന്മ കൃതം പുണ്യം. അപ്പം ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതം. ഈ കാണുന്നതെല്ലാം അവിടുന്നാണ്, എൻ്റെ ഇഷ്ടമൂർത്തിയാണ്. നിങ്ങൾ എല്ലാവരിലൂടെയും എന്നെ നോക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും എന്നെ സഹായിക്കുന്നതും ഒക്കെ അവിടുന്നാണെന്ന് അറിയുന്ന ജ്ഞാനവാൻ ബഹുനാം ജന്മനാം അന്തയാണ്. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു അവസ്ഥ നമ്മൾക്കൊക്കെ വന്നു ചേരുക. അപ്പൊ അതാണ്. അപ്പം അവിടെയും ഭഗവാൻ പറയുന്നുണ്ട് നമ്മൾക്ക് എത്രയോ ജന്മം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കുടുംബത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ ഒരു പാട്ടറിയാത്ത അച്ഛനും അമ്മയ്ക്കും പാടുന്ന ഒരു കുട്ടി ജനിക്കുക, ചെറുപ്പം മുതലേ അത് സ്വയം തന്നെ പാടാൻ തുടങ്ങുന്നുണ്ട്. അതാണ് അതിന്റെ വാസന. അങ്ങനെയാണ്, അച്ഛന്റെ അമ്മയുടെ ജീനല്ല. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് പാടാൻ പറ്റില്ലായിരുന്നു. ഇത് പൂർവ്വജന്മ സംസ്കാരം കൊണ്ടാണ് നമുക്കിങ്ങനെ ഉണ്ടാകുന്നത്. നമുക്ക് ഓരോ പ്രത്യേക കഴിവ്, അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേക കഴിവ്, വാസന, താല്പര്യം, ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ പൂർവ്വ പുണ്യത്തിന്റെ ഫലമായിട്ടാണ്. അപ്പം ഇത് ഒരു തെളിവാണ്. നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടുത്തണമല്ലോ, ഇത്രയോ ജന്മമുണ്ടായി, ശാസ്ത്രം പറയുന്നത് ശരിയാണെന്ന് നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ. അമ്മ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് ഇങ്ങനെ പാട്ടറിയ ചെറിയ കുട്ടി പാടുന്ന കാര്യങ്ങള്. അച്ഛനും അമ്മയും പാടിയിട്ടുണ്ടാവില്ല, പാട്ട് അറിയില്ല, പാട്ട് പഠിച്ചിട്ടില്ല, അവർ പാടാറുമില്ല. പക്ഷെ കുട്ടി സ്വാഭാവികമായിട്ടും പാടാൻ തുടങ്ങുന്നുണ്ട്. അതൊക്കെ പൂർവ്വ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് എത്രയോ ജന്മം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു അച്ഛനും അമ്മയ്ക്കും 9 കുട്ടികളുണ്ടെങ്കിൽ 9ഉം ഒരേപോലെ സ്വഭാവമല്ല. അച്ഛന്റെ അമ്മയുടെ ജീൻ പ്രകാരമാണെങ്കിൽ, അവരുടെ ജീവിതവും സ്വഭാവമൊക്കെ പ്രകാരമാണെങ്കിൽ കുട്ടികൾ അങ്ങനെയാണ്, ഒരുപോലെ വരണല്ലോ. അപ്പൊ അതുമില്ല, അത് ഓരോരുത്തരുടെ ചിന്ത. ഒരു വീട്ടിലെ തന്നെ പലരുടെയും ചിന്തയും വ്യത്യാസമുണ്ട്. ഒരേ വീട്ടിൽ തന്നെ സുഖദുഃഖം അനുഭവിക്കുന്നത് വ്യത്യാസമുണ്ട്. ഒരു വീട്ടിലെ അംഗങ്ങൾ തന്നെ പല പോലെയാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. എന്താ വെച്ചാൽ അവന്റെ മനസ്സാണ് സുഖവും ദുഃഖവും തരുന്നത്. പിന്നെ സുഖമാണ് ദുഃഖമാണെന്ന് മനസ്സ് പറഞ്ഞാലും നമ്മൾ അതിൽ കുടുങ്ങാതെ നമ്മുടെ കർത്തവ്യം സന്തോഷത്തോടു കൂടി അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അതിനായിരിക്കണം നമ്മുടെ ഇഷ്ടമൂർത്തിയെ അടുത്ത് ചേർത്ത് ആ പാദത്തെ മുറുക്കി പിടിക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈശ്വര പൂജയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ. ഈശ്വരഭക്തി എന്തെന്നറിയാത്ത ആൾക്കാരുടെ ഇടയിൽ ഈശ്വരഭക്തി ഉള്ളവര് അതിന്റെ ജോസേ സർവകർമാണി വിദ്വാൻ സമ്യക് ആചര, നല്ല പോലെ ആചരിച്ച് കാണിച്ചു കൊടുക്കണം നമ്മള്. നമ്മൾ പറഞ്ഞ് വിശ്വസിച്ചില്ലെങ്കിലും, നമ്മൾ പറയുന്ന അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും, നമ്മൾ അത് ആചരിച്ച് കാണിക്കുമ്പോൾ, കാര്യങ്ങള് നല്ല പരിപൂർണതയിൽ ചെയ്ത് കാണിക്കുമ്പം അവർക്ക് മനസ്സിലാവും, ആ ഈശ്വര ഭക്തൻ കണ്ടോ, അവർ ഈശ്വര ഭക്തൻ, അവരെ ഭക്തിയുടെയാണ്, അവരെ പ്രവൃത്തിയിൽ കണ്ടില്ലേ, പ്രവൃത്തിയിലെ യുക്തിയും ശുദ്ധിയും ഒക്കെ നോക്കിയാട്ടെ. അങ്ങനെയാണ് അവര് ഈശ്വര ഭക്തന്മാരായി മാറുന്നത്. ഈശ്വര നിഷേധികൾ പോലും നമ്മുടെ ആ ഭക്തിയും നമ്മുടെ ആ പരിശ്രമവും ആ ശ്രദ്ധയും ഒക്കെ കണ്ടിട്ട് അവർ മാറി വരും. ഒരു കർമ്മം ചെയ്യുന്നതിലുള്ള ഒരു ശ്രദ്ധ, അതിന്റെ വൃത്തി, അതിന്റെ പരിപക്വത, ഇത് കാണുമ്പോൾ ഭക്തി ഇല്ലാത്തവരും നല്ല അനുഗ്രഹമുള്ളവർ, എന്തോ ഒരു അനുഗ്രഹം അവർക്കുണ്ട് എന്ന് വിചാരിക്കും. അപ്പം ഇനി എങ്ങനെയാണ് പുനർജന്മം, നമ്മുടെ അടുത്ത ജന്മം എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾക്ക് തന്നെ ഭഗവാൻ പറഞ്ഞ മന്ത്രം ചൊല്ലി അതറിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും. എന്താ ഭഗവാൻ പറയുന്നത്? അക്ഷരബ്രഹ്മയോഗത്തിൽ 8ാം അധ്യായം ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഭിസ്മരൺ ഭാവം. ഏതിനെയൊക്കെയാണ് അർജുന നീ സ്മരിക്കുന്നത്?
എപ്പോഴ് ശരീരം വെടിയാൻ നേരം എന്തിനെയാണോ സ്മരിക്കുന്നത് അതിനനുസരിച്ചാണ് അടുത്ത ജന്മം. തം തമേവേദി കൗന്ദേയ. അപ്പം അവൻ അതിനെ തന്നെ പ്രാപിക്കുന്ന പറയുന്നത്. എന്തിനെ കുറിച്ചാണോ ജീവിതകാലം മുഴുവനും പ്രധാനമായിട്ട് ഇരുന്നത് മരണസമയത്ത് അതാ വരിക. ഇപ്പൊ പണ്ടുള്ളവരെന്ത് ചെയ്യും, മരണസമയത്ത് ഭഗവാന്റെ ചിന്ത വരാൻ വേണ്ടി മക്കൾക്കൊക്കെ ഭഗവാന്റെ പേരിടും. കൃഷ്ണ രാമ ഗോവിന്ദ മാധവ, കൃഷ്ണ രാമ ഗോവിന്ദ മാധവ എന്ന് മക്കൾക്ക് പേരിട്ട് മരിക്കാൻ സമയം എല്ലാരും അച്ഛന്റെ ചുറ്റും വന്ന് നിൽക്കുക. അപ്പൊ അച്ഛൻ ചോദിക്കുക, കൃഷ്ണ രാമ ഗോവിന്ദ മാധവ നിങ്ങൾ 4 പേരും എന്റെ ചുറ്റും നിന്നാൽ കടയിൽ ആരാ മക്കളെ എന്ന് ചോദിക്കും. കടയിൽ ആരാന്ന് ചോദിക്കലും മരിക്കലും കഴിഞ്ഞു. അപ്പൊ എന്താ മക്കളെ പറ്റിയും കൃഷ്ണ രാമ ഗോവിന്ദനെ പറ്റിയും ഒന്നുമല്ല, കടയിലെ കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ പ്രധാനമായിട്ടുണ്ടായത്. അതുകൊണ്ട് അടുത്ത ജന്മവും കച്ചവടക്കാരനായിട്ട് ജനിക്കേണ്ട ഒരു ഗതികേട് വന്നു. അപ്പൊ അത് വരാതിരിക്കാനും ഒരമ്മയുടെ വയറ്റിൽ കിടന്ന് 9 മാസം 10 മാസത്തോളം ഈ പൊള്ളൽ അനുഭവിക്കാതിരിക്കാൻ, എന്നിട്ട് കുട്ടി വരുന്ന കാണണം നമ്മള് 1 മാസമായി 2 മാസമായി കൈവിരൽ 10 മടക്കിയിട്ട് കരഞ്ഞോണ്ട് റോസ് കളറിലാ വരിക. അമ്മയുടെ ഗർഭത്തില് കഷ്ടപ്പെട്ട് അമ്മയുടെ ജഠരാഗ്നിയിൽ പൊള്ളി ഉരുകി റോസ് കളറായി കുട്ടി, പാവം. ഇനി ഞാൻ ഒരിക്കലും ഈശ്വര അവിടുത്തെ ചിന്ത വിട്ടിട്ട് ജീവിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കും കേട്ടോ. പിന്നെ ഭൂമിയിൽ വന്നാല് വീണ്ടും അവനവന്റെ വാസനകൾക്കൊത്തിട്ട് പല പല കർമ്മങ്ങളും ചെയ്യും. ഈശ്വരനെ ഓർക്കാൻ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെ വരാതെ ഇരിക്കാൻ, ഇനി ഒരു ജന്മം ഇല്ലാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഭഗവത് ചിന്തകൾ വളർത്തിയെടുക്കുക, ഭഗവത് ഭക്തരോട് കൂട്ടുകൂടുക. അതാ ഭഗവത് ഭക്തരോട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞാല് അവർ ലക്ഷ്യബോധമുള്ളവരായിരിക്കണം. ലക്ഷ്യബോധമുള്ളവരെ നമുക്ക് മനസ്സിലാക്കണം. ലക്ഷ്യത്തിൽ ആ മൃത്യുവിനെ ജയിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം, ഭഗവാന്റെ ഭക്തി കൊണ്ട് ആ മൃത്യുഞ്ജയനിലുള്ള ഭക്തി ഉറപ്പിച്ച്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിലുള്ള ഭക്തി ഉറപ്പിച്ച്, ഇഷ്ടദേവതയിലുള്ള ഭക്തി ഉറപ്പിച്ച് ആ പാത ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് നമ്മള് സനാതന ധർമ്മത്തിൽ പറഞ്ഞ, ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഉപനിഷത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെ ജീവിച്ചാൽ ഈ മൃത്യുവിനെ ജയിക്കാം, മൃത്യുപാശത്തുനിന്ന് ജയിക്കാം. അപ്പൊ അങ്ങനെ അനുസരിച്ചുള്ള ഒരു ജീവിതം തിട്ടപ്പെടുത്തി കൊണ്ടുവരണം. ഓരോ എളുപ്പമുള്ള കാര്യം എന്താ വെച്ചാൽ ഓരോ കർമ്മവും അത് നല്ല കർമ്മങ്ങൾ ആയിരിക്കണം, ചിന്തിക്കുന്നതും നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, നല്ല പ്രവൃത്തി ചെയ്യുക. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന് വലിയൊരു നല്ല ബലമായിരിക്കും കിട്ടുക. അത് കർമ്മം ഈശ്വര പൂജയായിട്ട് ചെയ്യുക. അപ്പൊ ഞാൻ എൻ്റെ കഴിവാണെന്ന് വിചാരിക്കാതെ അവിടുത്തെ കാരുണ്യം കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള ആ ഒരു സമർപ്പണം, ഭഗവാനോടുള്ള ആ സമർപ്പണം. നമ്മളൊരു വെറും 0 ആണ്. അവിടുന്ന് ഒരു എന്താ പറയേണ്ടത്, അനന്തമായ സംഖ്യ അല്ലേ, അനന്തമായ പൂജ്യം ഇട്ടിട്ട് 1 ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളോ വെറും വട്ടപൂജ്യം മാത്രം. അപ്പൊ അങ്ങനെ അവിടുന്നാണ് എല്ലാം എന്നുള്ള ആ ഒരു ശരണാഗതിയോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇനിയൊരു ജന്മം ഇല്ലാതിരിക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവും, ആഗാമി കർമ്മം ഉണ്ടാവും അല്ലേ. നമ്മള് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ 2 കർമ്മമുണ്ട്, സഞ്ചിത കർമ്മം, സഞ്ചിത കർമ്മത്തിൽ നിന്ന് എടുത്ത പ്രാരബ്ധ കർമ്മം. സഞ്ചിത കർമ്മം എന്ന് നമ്മൾ കേട്ട് കാണും. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ജന്മം എടുത്തുവോ ആ ജന്മത്തിലൊക്കെ കൊണ്ടുവന്ന ഒരു സഞ്ചിക്ക് അകത്ത് ഇട്ടുകൊണ്ട് വന്നിരിക്കുക, എന്താ കൊണ്ടുവന്നിരിക്കുന്ന പുണ്യവും പാപവും. അപ്പൊ പുണ്യഫലവും പാപഫലവും നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ പൂർവ്വജന്മത്തിൽ ചെയ്തതിന്റെ ആർജിച്ചതിന്റെ എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അത് ഈ ജന്മത്തെ എന്തൊക്കെ അനുഷ്ഠിക്കണം എന്നുള്ളതിന്റെ പേരാണ് പ്രാരബ്ധ കർമ്മം. ഇങ്ങനെ 3 കർമ്മങ്ങൾ ഉണ്ട് എന്ന് പറയും. സഞ്ചിത കർമ്മം, കൂട്ടിവെച്ചത്, എത്രയോ ജന്മം കൊണ്ട് കൂട്ടിവെച്ച പുണ്യപാപങ്ങളുടെ ഫലമായുള്ള വാസനകള്, താല്പര്യങ്ങള്, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജന്മത്തെ അനുഭവിക്കാനുള്ളതാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. എന്നിട്ട് ഈശ്വര പൂജ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി ആഗാമി കർമ്മം ഉണ്ടാവില്ല, ആഗാമി കർമ്മം ഇല്ലാതിരിക്കും.
അല്ലെങ്കിൽ ഇനിയും വരാൻ പോവുക. ഈ ജന്മത്ത് ഈശ്വര സമർപ്പണം ഇല്ലാതെ ഈശ്വര പൂജയായിട്ട് ചെയ്യാതെ കർമ്മം ഫലം പ്രതീക്ഷിച്ച് ചെയ്താൽ ഇനിയൊരു കർമ്മം ഇനിയും കൂടുതൽ ജന്മങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. ഈ അതിന് ആഗാമി കർമ്മം എന്നാണ്. ആഗാമി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കർമ്മം. ഈ പൂർവമായിട്ട് കൂട്ടിയിട്ട സഞ്ചിത കർമ്മം കൂടാതെ, പിന്നെ ഇപ്പൊ ചെയ്യുന്ന പ്രാരബ്ധ കർമ്മം കൂടാതെ കർമ്മബന്ധം കൂടി വരികയാണ്. അതിന്റെ പേരാണ് ഇനിയും പുതിയതായിട്ട് കെട്ടിണ്ടാക്കുന്ന, ഈ ജന്മത്ത് കെട്ടിക്കൂട്ടുന്നതാണ് ആഗാമി കർമ്മം. അപ്പൊ അതില് നിന്നും പോകാതിരിക്കാൻ നമുക്ക് എങ്ങനെ ഈ കർമ്മപാശത്തെ, കർമ്മം കൊണ്ടുള്ള ബന്ധനത്തിൽ കുടുങ്ങി മൃത്യുവിനെ ഭയന്നുള്ള ജീവിതം എങ്ങനെ രക്ഷപ്പെടാം? ആ ജീവിതത്തിൽ നിന്ന് മൃത്യുഭയം നമുക്ക് എപ്പോഴും ഉണ്ട്, ആർക്കും ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാതെ അത് മറക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ആരെങ്കിലും മരിച്ചാൽ നമ്മൾ മരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പേടിയാ. അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്നൊക്കെ മാറിക്കിട്ടണമെങ്കിൽ നമ്മുടെ ബന്ധം ഈശ്വരനോട്, ഏറ്റവും നമുക്ക് അടുത്തുള്ള ബന്ധു ഈശ്വരനാണെന്ന് മനസ്സിലാക്കി മുറുക്കി പിടിച്ച് അത് ആ ഈശ്വരപ്രേമം, ആ ശരണാഗതി വളർത്തിക്കൊണ്ട് വരണം. ആ ശരണാഗതിയാണ് വേണ്ടത്. വേരിൽ വെള്ളം ഒഴിച്ചാല് നല്ല പോലെ ആ വൃക്ഷത്തിന് ഗുണം കിട്ടും. ഇലയിലും കൊമ്പിലൊക്കെ ഒഴിച്ചാൽ വേരിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ഫലം കിട്ടുന്നത്? വേരിലാണ് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിന്റെ വേര്. അതിൽ മുറുക്കി പിടിച്ച് ശരണാഗതിയോടുകൂടി ജീവിക്കുക. അപ്പൊ പിന്നെ നമുക്ക് ആദിവ്യാധി ഭയം ഒന്നും ഇല്ലാതിരിക്കാം. നമുക്ക് 3 ഭയമുണ്ട് ലോകത്തിലുള്ള എല്ലാവർക്കും എന്നാ പറയുന്നത്. ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം. ഇതൊക്കെ നമ്മൾ കേട്ട് കാണും. ആദി ദൈവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവികമായ ശക്തി, അതായത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ലാതെ പ്രളയം വരും, ഭൂമി കുലുക്കം വരും, ഇല്ലേ, ഇടിമിന്നൽ കൊണ്ട് മരിക്കും, പിന്നെ എന്തെന്നാ അഗ്നിബാധ കൊണ്ട് മരിക്കും, ഇല്ലേ, കൊടുങ്കാറ്റ് വന്നിട്ട് കെട്ടിടമൊക്കെ വീണ് മരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രാപഞ്ചിക ശക്തി, ദൈവിക ശക്തി എന്നുള്ള ഭയം. അതാ എന്താ സംഭവിക്കുക, ഒരു കാറ്റും മഴയൊക്കെ വരുമ്പോ അല്ലേ എന്താ സംഭവിക്കാന്ന് പറയില്ല, ഇടിമിന്നലൊക്കെ വന്ന് അങ്ങനെ പല ഭയമുണ്ട്. അതിന് ആദി ദൈവികം എന്ന് പറയും. പിന്നെ ആദി ഭൗതികം എന്നൊരു ഭയമുണ്ട്. അല്ലെങ്കിൽ ഭയം എന്നും പറയാം, അത് ഭയം കൊണ്ട് ദുഃഖം ഉണ്ടാവും. അതാ ആദി ഭൗതികം എന്ന് പറഞ്ഞാല് നമ്മുടെ ചുറ്റുള്ള ഈ സംഭവിച്ച വസ്തുക്കളൊക്കെ ഉണ്ട്. മനുഷ്യരുണ്ട്, ഇങ്ങനെ പട്ടിയുണ്ട്, നമ്മൾ വഴി പോകുമ്പോൾ പേപ്പട്ടി കടിച്ചു, അല്ലേ. ഇപ്പൊ ഈ തെരുവ് പട്ടികളെ കൊണ്ട് എത്ര പേർക്ക് അപകടം ഉണ്ടാവുന്നത്. പിന്നെ കാട്ടാനക്കൂട്ടങ്ങളെ കൊണ്ട്, പാമ്പിനെ കൊണ്ട്, പിന്നെ മനുഷ്യന്മാര് തന്നെ വെട്ടിക്കൊല്ലുക. അങ്ങനെ കഷ്ടം നിറഞ്ഞ ലോകമാണിത്. അത് ആദി ഭൗതികം. പിന്നെ ഇനി ഇത് രണ്ടിനും പുറമെ ആധ്യാത്മികം എന്ന് പറയും. അത് നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നത്. ഒരു വീട്ടിൽ തന്നെ അത് പലർക്കും പല പോലെയാണ്. ആധ്യാത്മികം ഒരേ വീട്ടിലെ അംഗങ്ങളാണ്, പക്ഷെ ഒരാള് ശാന്തി അനുഭവിക്കുക, പരമഭക്തൻ, ജ്ഞാനിയായ ഒരു ഭക്തൻ, അവന് എന്ത് സുഖദുഃഖങ്ങൾ ഉണ്ടായാലും അത് അവനെ ബാധിക്കാതെ ഭഗവത് ചിന്തയിൽ അവന്റെ കർമ്മം ഭംഗിയായിട്ട്, കർത്തവ്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാണ്. അപ്പൊ അതാണ് ഈ ഭഗവത് ചിന്ത കൊണ്ട് ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്ന, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന ഒരു ചൊല്ലുണ്ട്. എന്ത് തന്നെ ഭൂകമ്പം വന്നാലും അവൻ ശാന്തമായിരിക്കും, അവന്റെ കർത്തവ്യമൊക്കെ അവൻ നന്നായി അനുഷ്ഠിക്കും. അപ്പൊ അവന്റെ സ്വരൂപം സച്ചിദാനന്ദമാണെന്നുള്ള ബോധം അവന് വരിക. നമ്മളെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ സനാതനമായത് ആത്മാവാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ്, അത് തന്നെ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നു. അപ്പൊ ആ ആത്മാവിന്റെ ധർമ്മം എന്താന്ന് വെച്ചാൽ സത്ത് ചിത്ത് ആനന്ദം, എപ്പോഴുള്ള ഉണ്മ. നമ്മൾ മരിക്കുമ്പോൾ, നമ്മുടെ ശരീരം മരിക്കുമ്പോൾ മരിക്കുന്നതല്ല, അത് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. സത്യചിത്ത് എന്ന് പറഞ്ഞ അത് ബോധസ്വരൂപമാണ്, സർവ്വതീ സാക്ഷിഭൂതം, എല്ലാവരുടെയും ഈ മനസ്സിനെ അറിയുന്ന ആ വലിയ മനസ്സ്, വിശാല മനസ്സ്, അതാണ് ഗുരുവിന്റെ മനസ്സ്. അപ്പം അത് പിന്നെ ഈ ഒരിക്കലും തീരാത്ത ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. അതാണ് ധർമ്മം, നമ്മുടെ ആത്മാവിന്റെ ധർമ്മമാണ് സനാതന ധർമ്മം. അതാണ്. പിന്നെ ഇപ്പം പറയാനുണ്ടെങ്കിൽ പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറയും. ഇപ്പൊ നമ്മള് പുനർജന്മം എടുക്കുന്നത് നമ്മൾ ആരായിരിക്കും എന്നുള്ളത് മന്ത്രം പറഞ്ഞായിരുന്നു, എല്ലാരും കേട്ടോന്നറിയില്ല. യം വാപി സ്മരൺഭാവം ത്യജിത്യന്തേ കളേബരം. എന്തിനോർത്താണോ നമ്മുടെ ശരീരം വെടിയുന്നത് അതായിത്തീരും നമ്മൾ. ആ
ചിന്തയ്ക്ക് അനുസരിച്ചുള്ള ജന്മാണ് നമുക്ക് കിട്ടുക. അപ്പൊ എപ്പോഴും നമ്മള് മുഖ്യമായ ചിന്ത എന്തായിരിക്കണം വെക്കേണ്ടത്? ഈശ്വരിൽ ചെന്ന് ചേരാൻ, മൃത്യുവിന്റെ യമധർമ്മന്റെ കയറിൽ കുടുങ്ങാതെ ആ പരമാനന്ദത്തിൽ, ഭഗവാന്റെ പരമാനന്ദത്തിൽ ആറാടിക്കൊണ്ട് ആ ആനന്ദത്തിൽ നമ്മൾ അറിയാതെ ജീവൻ ലയിച്ചു പോണം. നമ്മുടെ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിച്ചു പോണം, ആ ആനന്ദ സ്വരൂപത്തിലേക്ക് ലയിച്ചു പോണം. അതിനാണ് നമ്മൾ കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കുക അല്ലെ. ഭക്തിയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട് അല്ലെ. ധ്യാനം, ഈ ഭക്തിയും കർമ്മവും ജ്ഞാനവും എല്ലാം ചേർന്നതാണ് നമ്മുടെ ആശ്രമത്തിലെ അന്തേവാസികൾക്കുള്ള രീതി. അവരെല്ലാം ധ്യാനമായിട്ട് മാറ്റുന്നു. കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാനെ ഉള്ള ചിന്ത, ഭഗവത് ചിന്ത തന്നെ. ഏത് നിമിഷവും ഭഗവത് ചിന്ത ചെയ്ത് എല്ലാം ധ്യാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ പുനർജന്മ സിദ്ധാന്ത പ്രകാരം ഇനി ഏതൊരു ജന്മം നമുക്ക് വേണോന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഉയർന്ന ചിന്തകൾ വെച്ചാലേ നമുക്ക് ഉയർന്ന ജന്മം കിട്ടുള്ളൂ. പക്ഷെ അത് അത്ര നല്ലതല്ല. അതല്ല, അജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. ഭഗവത് ചിന്ത ചെയ്ത് അവിടുത്തെ ആനന്ദത്തിൽ, നിത്യാനന്ദത്തിലേക്ക് ചേരുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു പാത. അപ്പൊ നമ്മളൊക്കെ ആ പാതയിലേക്കാണ് ചിന്തിക്കേണ്ടത്. അതിന് ഗുരുവാണ് നമുക്ക് സഹായമായിട്ടിരിക്കുന്നത് അല്ലെ. ഗുരുവിന് അതിൽ ഭഗവാൻ പറയുന്നുണ്ട്, തദ്വിത്തി പ്രണിപാതേന പരിപ്രശ്നേന സേവ്യ. ആ പരമാനന്ദത്തിനെ, ആ സച്ചിദാനന്ദത്തിനെ, ആ ആത്മസ്വരൂപത്തെ അറിയാൻ എന്ത് ചെയ്യണം? പരിപ്രശ്നേന സേവയ. ആ ഗുരുവിനെ സേവ ചെയ്ത്, ഗുരു പ്രധാനമാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ ജ്ഞാനിയെ സേവ ചെയ്ത്, ജ്ഞാനിയുടെ അനുഗ്രഹം വാങ്ങി, ജ്ഞാനിയോട് സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ ആണ് സേവയോടുകൂടി സംശയം ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ആ നമസ്കാര ബുദ്ധിയോടുകൂടി ചെയ്യുമ്പോഴാണ് അവിടുത്തെ കൃപ കൊണ്ട് നമ്മൾ ആ സച്ചിദാനന്ദ സ്വരൂപമായി മാറുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ പരമാത്മാവിനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ അതായി മാറും. അതാണ്, നമ്മൾ പോലും അറിയില്ല. ഇപ്പൊ നമ്മള് ഭാവേതി തദ്ഭവതി, എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതായി തീരും. ഈ ബ്രിട്ടീഷുകാർ പറയും, പാശ്ചാത്യർ പറയും, എന്താ പറയുന്നത്? ആസ് ദ മൈൻഡ് സോ ദ മാൻ. അപ്പൊ എന്താണോ നമ്മളെ മനസ്സ്, നമ്മൾ അതായിത്തീരും. അപ്പൊ നമ്മുടെ മനസ്സ് ആ പരമാത്മാവിന്റെ നമ്മുടെ സ്വരൂപം, നമ്മുടെ ധർമ്മം, അഗ്നിയുടെ ധർമ്മം ചൂടും വെളിച്ചവും എന്ന് പറയും പോലെ നമ്മുടെ ആത്മസ്വരൂപത്തിന് സച്ചിദാനന്ദമാണ് സ്വരൂപം. എപ്പോഴുമുള്ള നശിക്കാത്ത ആനന്ദമാണ്, നശിക്കാത്ത ഉണ്മയാണ്, നശിക്കാത്ത ശുദ്ധമാണ്. അപ്പൊ അതായി തീരും നമ്മള്. അപ്പൊ അതിനാണ് ഗുരുവിന്റെ അനുഗ്രഹമാണ് അത്യാവശ്യം. മഹാപുരുഷ സമാശ്രയം അത് അത്യാവശ്യമാണ്. അത് ആചാര്യസ്വാമികളാണെങ്കിലും ഭഗവാൻ ആണെങ്കിലും എല്ലാം പറയുന്ന അതന്നെ. ഉപനിഷത്തിലും പറയുന്നുണ്ട്, തം കുരും അഭിഗച്ഛേത് ബ്രഹ്മനിഷ്ഠം വരിഷ്ഠം. സദാ ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കുന്ന ഒരാള്, വരിഷ്ഠനായിട്ടിരിക്കുന്ന ആള്, അവർക്ക് അവരുടെ എനർജി, അവരുടെ ഊർജം ഒരിക്കലും നശിക്കില്ല. അവർക്ക് ഉറക്കം വേണമെന്നില്ല, ഭക്ഷണത്തിൽ നിന്ന് ഊർജം വേണമെന്നില്ല. അതാണ് അമ്മ, അതാണ് ജഗദ്ഗുരു പറയുന്നത്, അതാണ് ജഗജ്ജനനി. നമ്മൾ അത് മനസ്സിലാക്കുക. എത്രയും അമ്മയെ ആശ്രയിക്കുന്നവര് മുറുക്കി പിടിക്കുക, അല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഗുരുവിനെ വന്ന് കാണാൻ. ഇനി നമ്മുടെ 5 കടങ്ങളും കൊണ്ടാണ് നമ്മൾ വന്നതെന്നും പറയും. 5 കടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഋഷിമാരോടുള്ള കടമ, പിന്നെ ദേവന്മാരോടുള്ള കടമ, പിന്നെ നമ്മൾ വന്ന് നമ്മുടെ ശരീരത്തിന്റെ കാരണഭൂതരായ പിതൃക്കളോടുള്ള കടമ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ മനുഷ്യന്മാരോട് നമുക്ക് കടമയുണ്ട്, അത് മനുഷ്യയജ്ഞം എന്ന് പറയും. പിന്നെ അതുകൂടാതെ ഭൂതയജ്ഞം എന്ന് പറയും. നമ്മുടെ ചുറ്റുമുള്ള കഷ്ടപ്പെടുന്നവരോടൊക്കെ നമുക്കൊരു കർത്തവ്യമുണ്ട്, ഒരു കടം വിടാനുണ്ട്. അപ്പൊ ഈ 5 കടത്തിന്റെ സാമാന്യം എങ്ങനെ വിടാന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പൊ അത് ഋഷികടം വിടാൻ ഋഷിമാര് നമുക്ക് ഈ പറഞ്ഞു തന്നിട്ടുണ്ട്. തന്നെ നമുക്ക് പ്രമാണമായി തന്ന ഉപനിഷത്തുക്കളുണ്ട്, ഭഗവത്ഗീത ഉണ്ട്, ബ്രഹ്മസൂത്രം ഉണ്ട്. അപ്പൊ ഇതിലുള്ള കാര്യങ്ങൾ, അവര് തന്ന മന്ത്രങ്ങള്, അതൊക്കെ പഠിക്കുക, അതൊക്കെ അതിന്റെ അർത്ഥമൊക്കെ ഗ്രഹിക്കുക, അവർ പറഞ്ഞു തന്ന ഉപദേശം സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഒന്ന് ശ്രമം ചെയ്ത ദൈവം നന്നായി സഹായിച്ച് പൂർണ്ണമാക്കി എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതിലും ഭഗവാനെ, ഞാൻ മന്ത്രഹീനമാണ്,
ക്രിയാഹീനമാണ്, ഭക്തിഹീനമാണ്, എനിക്കിതൊന്നും അറിയില്ല, നീ എന്നെ പരിപൂർണനാക്കി നിന്റെ പാതയിലേക്ക് നയിക്കണം, പരമാനന്ദത്തിലേക്ക് നയിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ അതിനുവേണ്ടി ഈ ദേവപൂജ ചെയ്യണം. പിന്നെ ഋഷിമാര് പറഞ്ഞ കാര്യങ്ങൾ ഉപദേശപ്രകാരം സത്യം വദ ധർമ്മം ചര, പിന്നെ സ്വാധ്യായാത്മാ പ്രമദിതവ, സത്യം പറയണം, ധർമ്മത്തിലൂടെ ചരിക്കണം, നീ പഠിച്ച നല്ല കാര്യങ്ങളൊക്കെ നീ ഓർമ്മ വെക്കണം, മനനം ചെയ്യണം. മനനാത് മനുഷ്യ, അത് ഇടയ്ക്കിടയ്ക്ക് അത് ഉറപ്പിക്കണം, പഠിച്ചതൊക്കെ ഉറപ്പിക്കണം, പഠിച്ചത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കണം. അത് പ്രചരിപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ സനാതന ധർമ്മത്തിന് ഇത്ര എന്താ പറയാ ഗ്ലാനി വന്നു പോയത്. ഇപ്പൊ അവതാരങ്ങള് വന്നിട്ടാണ് ഉദ്ധരിക്കുന്നത്, നമ്മുടെ ധർമ്മത്തെ ഉദ്ധരിക്കുകയാണ്, ഭഗവാൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ എപ്പോഴൊക്കെയാണ് ഈ ധർമ്മത്തിന് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, എപ്പോഴൊക്കെയാണോ ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, മങ്ങലേൽക്കുന്നത്, അധർമ്മം കൊടികുത്തി വാഴുന്നത്, അപ്പോൾ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കും. എന്തിനാണ്? ഇതിനെ അധർമ്മത്തിനെ അടിച്ചമർത്താൻ, ഇനി ഭക്തരെ പരിപാലിക്കാൻ, പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ഈ നന്മ നിറഞ്ഞവരെ സംരക്ഷിക്കാനും പിന്നെ ദുഷ്ടന്മാരെയൊക്കെ നിധനം ചെയ്യാനും അടിച്ചമർത്താനും അധർമ്മത്തെ അടിച്ചമർത്താനും ഞാൻ വീണ്ടും എപ്പോഴെപ്പോഴും സംഭവാമി യുഗേ യുഗേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടെത്താൻ നമുക്കൊരു ഭാഗ്യം വേണം അല്ലേ. അപ്പൊ നമ്മൾ ആരെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളിൽ ഉണ്ട് ഈശ്വരൻ എന്നാണ് നമ്മുടെ ശ്ലോകം അല്ലേ. അമ്മ പാടി തന്നിട്ട് അത് അല്ലേ, നിങ്ങൾ ആരെന്നത് നിങ്ങൾ അറിയുകിൽ നിങ്ങളിലുണ്ടമ്മ എന്നും. നമ്മുടെ ആത്മാവ് നമ്മളിൽ തന്നെയാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കാം, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആള് എങ്ങനെ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു അല്ലേ, എങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ഒരു ചെറിയ ഉദാഹരണം ഉപനിഷത്തിൽ പറഞ്ഞു തരാണ് ഋഷി. എന്താ പറയുന്നത്? എട്ടുകാലി എങ്ങനെയാണോ വലിയൊരു വല തൻ്റെ വയറ്റുനിന്ന് ഉണ്ടാക്കിയിട്ട് ആ വലയിൽ ചെറിയൊരാളായിട്ട് കയറിയിരിക്കുക. എട്ടുകാലി എന്ന് പറഞ്ഞ ജീവിയെ എല്ലാവർക്കും അറിയായിരിക്കും. അത് വല കെട്ടിയിട്ട് അത് തന്നെ കയറിയിരിക്കും. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരനാൽ കെട്ടപ്പെട്ട വലയാണ്. ഈശാവാസ്യം ഇതം സർവം. ഈശ്വരന്റെ പല പല വലകളാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഈ എട്ടുകാലി കയറിയിരിക്കും പോലെ ആ വലയിൽ കയറിയിരിക്കുക. അപ്പൊ ഭഗവാൻ പറയുന്നു, ഹൃദയേഷ അർജുന തിഷ്ഠതി, നിന്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ കഴിച്ച ആഹാരം രക്തമാക്കി മാറ്റുന്നു, രക്തം ശരീരത്തിന്റെ നാനാഭാഗത്ത് എത്തിക്കുന്നു, അത് അമിതമായ ആഹാര പദാർത്ഥങ്ങളും എന്താ പറയുക മാലിന്യങ്ങളും പുറത്തേക്ക് വിടുകയാണ്, വിസർജിക്കുകയാണ്. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ശ്വാസം എടുക്കുകയും വിടുകയും ഇതൊക്കെ നമ്മൾ ഉറങ്ങുമ്പോഴും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ രക്ഷിക്കുകയാണ്, രക്ഷിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തിയെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ഈശ്വരഃ അല്ലെങ്കിൽ ഈശ്വരി. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നമ്മളെ സദാ രക്ഷിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ കാരുണ്യമൂർത്തി, ആ കാരുണ്യമൂർത്തിയോട് നമുക്ക് എത്ര നന്ദി വേണം. അതെ, എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നത്. അവിടുന്ന് ഒന്ന് പണി മുടക്കിയാൽ പോയി. കേരളമല്ല സ്തംഭിക്കുന്നത്, ഭാരതമല്ല സ്തംഭിക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ സ്തംഭിക്കും. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും സ്തംഭിക്കും അവിടുന്ന് പണി മുടക്കിയ. അപ്പൊ നിരന്തരം പണി മുടക്കാതെ ഇത്രയും ആത്മാർത്ഥമായി ചെയ്യുന്ന അവിടുത്തെ നമ്മൾ എങ്ങനെ നമസ്കരിക്കണം അല്ലേ. അതാണ്. അപ്പൊ എത്ര ജന്മം എടുത്താലേ നമ്മൾ ആ കടം വീടാ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തൊക്കെയാ പറയേണ്ടതെന്ന് പറയാൻ നമ്മൾ തന്നെ നമ്മളെ എന്താ പറയണ്ട കോപ്പി ചെയ്യുന്ന, നമ്മളെ അനുകരിക്കുന്ന ആൾക്കാർ ലോകത്തുണ്ടാവും. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ്, യദ് ആചരതി ശ്രേഷ്ഠാഹ തദേവ ഇതരോ ജനഃ. ശ്രേഷ്ഠനാണെന്ന് നമ്മളെയും തോന്നും ആർക്കെങ്കിലും നമ്മൾ ശ്രേഷ്ഠനാന്ന്. അപ്പൊ നമ്മളെന്താ ആചരിക്കുന്നത് നല്ലതായിരിക്കണം. കാരണം അവരത് അനുകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നല്ലതല്ലേ നമ്മൾ പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആചാരം എപ്പോഴും നല്ലതായിരിക്കണം. സത്യം വദ ധർമ്മം ചര, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ. അപ്പൊ അങ്ങനെ നമ്മളെ അമ്മമാരെയും അച്ഛന്മാരെയും
നമ്മളെ ഗുരുക്കന്മാരെയൊക്കെ ദൈവതുല്യമായിട്ട് കാണണം. അങ്ങനെയുള്ള ആചാരമര്യാദകളും സത്യവും ധർമ്മവും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കണം. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികള് നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അതാണ് അനുകരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ വിചാരിക്കുമോ നമ്മൾ എന്തിനു കൊള്ളാം, അങ്ങനെയല്ല. നമ്മളെ മാതൃകയാക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്, നമ്മൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും അവര് പറയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു നിസ്സാര കാര്യം പോലും ചിലർ അത് വലിയ കാര്യമായിട്ട് കാണും. ഉദാഹരണത്തിന് ആശ്രമത്തിൽ ഒരാൾ കടലാസ് പറക്കും. അപ്പോ ഒരാള് ആശ്രമത്തിൽ നിൽക്കാൻ വരുമ്പോൾ പലരെയും നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ നോക്കുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ഈ കടലാസ് പറക്കുന്ന കാര്യം. അന്ന് അമലഭാരതം തുടങ്ങിയിട്ടില്ല, അത് ശുചിത്വ ഭാരതം തുടങ്ങിയിട്ടില്ല. അപ്പൊ ആശ്രമത്തിൽ അനേകായിരം ആൾക്കാർ വരുമ്പോ അവര് അമ്മ കൊടുത്ത മിഠായി കടലാസനെ ചുരുട്ടി അവിടെയും ഇവിടെ ഇടും. ഇതൊക്കെ പിറക്കുക ഒരാള്. അപ്പൊ അതാണ് അവർക്കത് വലിയ കാര്യമായിട്ട് കാണുന്നത്. ഈ പിറക്കുന്ന ആൾക്ക് അതൊരു നിസ്സാര സേവ. അപ്പൊ അതാണ് നമ്മൾ അറിയില്ല, നമ്മളെ അവര് അത്രയും ആദരിക്കുക. നമ്മുടെ ഒരു പ്രവൃത്തി, ഒരു നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പ്രവൃത്തി പോലും അവർ അത് ആചരിക്കും, അവരും അത് അനുഷ്ഠിക്കും. അതാണ്. അപ്പൊ നല്ലൊരു കാര്യമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നെങ്കിൽ ലോകത്തിന് അത് ഗുണമായിട്ട് വരും. അതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ നോക്കി പഠിക്കുന്നവരുണ്ടെന്ന് മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നിപ്പം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എങ്ങനെ കയറിയിരുന്നത് എന്ന് മനസ്സിലായി. പിന്നെ ഇനി എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മനസ്സെന്താ ബുദ്ധി എന്താന്ന് പലരും ചിന്തിക്കും. ഇപ്പം മനസ്സെന്താ ബുദ്ധി എന്താ വ്യത്യാസം? നമ്മളെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളുടെ കൂട്ടാണ് മനസ്സ്. അത് എന്ന് പറഞ്ഞാൽ സംശയിക്കുന്നത്, അതാണോ ശരി ഇതാണോ ശരി എന്നറിയാതെ കുഴയും, ഒരു ചിന്താക്കുഴപ്പത്തിലാകും. അങ്ങനെയുള്ളതിനെ ചിന്തകളെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. ചഞ്ചലാത്മിക മനഃ, സംശയാത്മിക മനഃ എന്നൊക്കെ പറയും. അപ്പൊ ഈ നിശ്ചയാത്മിക ബുദ്ധി, ഇതാണ് ശരി എന്ന് അന്തരാത്മാവെന്ന് പറഞ്ഞു തരും. നമ്മുടെ വിവേക ബുദ്ധിയായിട്ടുള്ള അന്തരാത്മാവിലെ നമ്മുടെ ഉള്ളിലുള്ള ഗുരുവാണ് പറഞ്ഞു തരുന്നത്. ആത്മാവായ ഗുരുവാണ് പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? ഇതാണ് ശരി മക്കളെ. അപ്പൊ അത് നമ്മള് ബുദ്ധി എന്ന് പറയും, വിവേക ബുദ്ധി, നിശ്ചയാത്മിക ബുദ്ധി അങ്ങനെ പറയും. പിന്നെ ഇപ്പൊ സമയമായോ എന്തോ? പിന്നെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 2-3 നയങ്ങളുണ്ട്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് ഈ ശല്യ നയം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? കഴിവുള്ള ഒരാളുടെ കൂടെ ഒരു എതിർ പാർട്ടി അങ്ങോട്ട് കൂടും, പിന്നാലെ കൂടും. എന്നിട്ട് അവരോട് പറയും, നീ എന്തിനു കൊള്ളാം അങ്ങനെ പറഞ്ഞ് അവരെ മനോവീര്യം കെടുത്തുക. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ മനോവീര്യം കെടുത്താൻ നമ്മുടെ വലിയ കൂടെ തന്നെ കൂടി നടക്കും. അപ്പൊ ഉദാഹരണത്തിന് ഈ ദുര്യോധനന്റെ പക്ഷത്തായി പോയല്ലോ പാണ്ഡവന്മാരുടെ, നകുല സഹദേവന്മാരുടെ അമ്മാവൻ ശല്യർ എന്നാണ് പേര് വെച്ച മഹാഭാരത കഥയിൽ. എന്താ വെച്ചാൽ അദ്ദേഹം ശല്യം ചെയ്തു ആരെ? കർണനെ. അപ്പൊ ദുര്യോധനൻ എന്ന് പറഞ്ഞാല് വേണ്ടാത്ത യുദ്ധം ചെയ്യുക. പിന്നെ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിവേകം ഉറച്ചവൻ, ബുദ്ധി ഉറച്ചവൻ. ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഒരാളെ തന്നെ ധർമ്മത്തിന്റെ ഒരു പുത്രനാണ്. അതായത് ധർമ്മം ഒരു രൂപത്തിൽ വന്നതാണ്. അത്രയും യുധിഷ്ഠിരന് ധർമ്മം ഉള്ളതുകൊണ്ട് അങ്ങനെ പേരിട്ട്. ഇത് ശല്യം ചെയ്തോണ്ട് ഇത് ശല്യം എന്താ ചെയ്തത്? കർണന്റെ മനോവീര്യം കെടുത്ത. നീ സൂതപുത്രനായ നീ ഇത്ര വലിയ ആളാവേണ്ട കാര്യം എന്താ അല്ലെ? നീ ആരാ അർജുനനോടൊക്കെ ഏറ്റുമുട്ട? അങ്ങനെ പല രീതിയിലും ഈ കർണന്റെ മനോവീര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനെക്കാളും ഇരട്ടി കരുത്തുണ്ട് ആർക്കാ? കർണന്. അതാ. പക്ഷെ ഈ കർണനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ശല്യര് പിന്നാലെ തേരാളിയായിട്ട് അങ്ങോട്ട് കൂടി തകർത്തുകൊണ്ടിരുന്നു. ശരിക്കും അർജുനനല്ല, അമ്മ പറയും ശല്യരാണ് ഈ കർണന്റെ മനോവീര്യം മുഴുവൻ തകർത്തത്. കർണന് പേടിയൊന്നുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു നയം എന്താ വെച്ചാൽ ജാമ്പവാൻ നയം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ്. അങ്ങനെയുള്ള ജാമ്പവാന്മാര് വേണം. ഇപ്പം സമുദ്രം
ചാടാനായിട്ട് 100 യോജന ചാടണം എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ആരാര് ചാടുന്ന ഓരോ വാനരന്മാരും ചിന്തിച്ചു സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടി 100 യോജന സമുദ്രം ചാടണം. അപ്പൊ ഓരോരുത്തരും പറയും ഞാൻ 10, 20, 30 എന്നൊക്കെ പറയും. ഒരു അംഗദ മാത്രം ബാലിയുടെ പുത്രൻ പറയും ഞാൻ 100 അങ്ങോട്ട് ചാടാം, തിരിച്ചു ചാടാനുള്ള കേൾപ്പില്ല എന്നുള്ളത്. അപ്പം ഈ ജാമ്പവാൻ വന്നിട്ട് ചോദിക്കും എവിടെ ഹനുമാൻ, എവിടെ ഈ ഹനുമാൻ എന്താ, ആഞ്ജനേയൻ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പം മിണ്ടാതിരിക്ക ഹനുമാൻജി. അപ്പം ജാമ്പവാൻ പറഞ്ഞു കൊടുക്കും നീ കൊച്ചു നാളിലെ പഴാണെന്ന് കരുതി സൂര്യനെ പിടിക്കാൻ പോയ ആളാ, നിന്നിലുണ്ട് അതിനുള്ള കഴിവ്. നിനക്ക് 100 യോജന ചാടാനും അപ്പുറം ചാടാനും കഴിവുണ്ട്. നിനക്കാണ് രാമൻ മുദ്രമോതിരം തന്നിരിക്കുന്നത്, രാമനാമം അങ്കിതമായ മുദ്രമോതിരം. അപ്പൊ നീ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് പ്രോത്സാഹിപ്പിക്കും. അതാണ് ജാമ്പവാൻ നയം. അത് പ്രകാരം ഉന്മേഷവാനായി ഉത്സാഹത്തോടു കൂടി ലങ്കയിലേക്ക് ചാടുകയാണ് 100 യോജന. അപ്പൊ അങ്ങനെയുള്ളവരെ വേണം നമുക്ക് ബന്ധുവാക്കാൻ. അല്ലാതെ ശല്യരെ പോലെയുള്ളവരെ കൂടെ കൂട്ടി നടന്നാൽ നമ്മൾ തകർന്നു തന്നെ. പിന്നെ മന്ദരയുടെ കാര്യം എല്ലാവർക്കും അറിയാം. മന്ദരന്മാരെ കൂട്ടി നടന്നാൽ നമ്മൾ തെറ്റിദ്ധരിക്കും, നല്ലവരെ പോലും തെറ്റിദ്ധരിക്കും. അപ്പൊ ഇന്ന് ഇത്രയും മതി. ഓം അമൃതേശ്വരിയെ നമഃ.